വരാൻ പോവുകയാണ്. അപ്പൊ പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഓരോ ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഒന്നും നടക്കത്തില്ലെന്നുള്ളതാണ് സത്യം. ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഡ്രിങ്ക്സ് കഴിക്കല് നിർത്തും, അല്ലെ സിഗരറ്റ് വലിക്കുന്നത് നിർത്തും, അല്ലെങ്കിൽ ഞാൻ പിന്നെ തടി കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുക. ഇങ്ങനെ ഒരുപാട് ഒരുപാട് തീരുമാനങ്ങളാണ്. ഇതൊക്കെ കുറച്ച് ദിവസം പോവും, പിന്നെയും പഴയ സ്ഥിതിയാണ്. ഇപ്പൊ ഈ അടുത്ത് ഉണ്ടായ ഒരു സംഭവം, ഒരു സിനിമ കണ്ടു വന്നിട്ട് ഒരു വ്യക്തി എടുത്ത് ചോദിച്ചു എന്താണ് ന്യൂ ഇയർ ആയിട്ട് എന്താ തീരുമാനം എടുത്തിട്ടുള്ള, എന്താണ് ആഗ്രഹം, അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അയാള് പറഞ്ഞ മറുപടി എൻ്റെ ദൈവമേ ഞെട്ടിത്തെറിച്ച് ചത്ത് കുത്തിയിരുന്നു പോയി. അയാള് പറയാണ്, മമ്മുക്കായും മകനും മരിക്കണം, മമ്മുക്കായും മോനും മരിക്കണം, നശിച്ച് നാറാണക്കല്ല് തോണ്ടണം, മോഹൻലാലും മകനും ഉയരണം, അവരെത്ര നന്നായിട്ട് ജീവിക്കണം, ഉയരണം. അയാൾ പറഞ്ഞ വാക്കാണ്. ഇത് പറയാൻ കൊള്ളൂ, ഒരു മലയാളിക്ക് പറയാൻ കൊള്ളുമോ? എത്ര പേര് ആരാധിക്കുന്ന ലാലേട്ടനും മമ്മൂക്കാന്നും പറഞ്ഞാൽ എത്രയോ പേര് ആരാധിക്കുന്ന, അല്ലെ രണ്ടുപേരും ഉയരട്ടെ അങ്ങനെ പറയൂ. ആ ചോദിക്കുന്ന ചെറുക്കാൻ പോലും പറയണ് അങ്ങനെ പറയാതെങ്കിൽ അവരും ഉയരട്ടെ എന്നല്ലേ പറയേണ്ടത്. അതിന് ഇവര് മരിച്ച് നാറാണക്കല്ല് തോണ്ടിയിട്ട് മറ്റവർക്ക് ഇതൊക്കെ എന്ത് സംസാരം, ഇങ്ങനെ എന്ത് നാറിയാണ്, ലജ്ജ തോന്നുന്നു. അദ്ദേഹം ഏതോ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്? അന്തം വിട്ടുപോയി ഞാൻ. മമ്മൂക്ക ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെ ചാരിറ്റി ചെയ്തിട്ടാണ്. ഞാനൊരു ലാലേട്ട ഫാനാ, പക്ഷെ ഞാൻ പറയും മമ്മൂക്ക എന്തൊക്കെ ചാരിറ്റി പുറത്ത്, പക്ഷെ അദ്ദേഹത്തിന് പുറത്ത് പറയുന്ന ഇഷ്ടമല്ല. ആരുടെടുത്തും പറയരുത്, എൻ്റെ പേര് പറയരുത്, ഇങ്ങനെ അദ്ദേഹം പറയത്തുള്ളൂ. അദ്ദേഹം എത്രയോ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അല്പം ദേഷ്യ സ്വഭാവം, ഇച്ചിരി ഹെഡ് വെയിറ്റ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോകുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു അലർജി പോലെയാണ്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഫാമിലി പരമായിട്ടാണ് എല്ലാം നല്ല സ്വഭാവമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ തീരെ തീരെ മോശമായി പോയി. അവരെ കുടുംബത്തിന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാവും, അത് ചിന്തിച്ചു കഴിഞ്ഞാല്. പല ആൾക്കാരും അവരുടെ പല അഭിപ്രായങ്ങളും പറയുന്നത്, കാരണം ഭരണമാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് ശരിയായിട്ടില്ല എന്ന തരത്തിലൊക്കെ പല വാർത്തകൾ വരുന്നത്. പക്ഷെ ഈ പറയുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പരമനാറി, ഇവൻ ഒരു തികഞ്ഞ വർഗീയവാദിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇതിന്റെ ഇന്നലെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ വന്ന ആ ഒരു മെസ്സേജാണ് ഞാൻ ആദ്യം ആ മെസ്സേജ് ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇയാൾ എന്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരനാണ്. തനി ഇറുക്കുള്ള ഒരുത്തൻ. ഒരു വിധത്തിലുള്ള ഫാൻസ് അസോസിയേഷനിലോ ഒന്നിലും ഇയാൾ ഉള്ളതായി അറിവില്ല. കാവിപ്പട രക്തത്തിൽ അലിഞ്ഞതിന്റെ പ്രശ്നം, വർഗീയ വിഷത്തിന്റെ അടിത്തറ. ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റയാണ്. നേരം വെളുത്താൽ കുടിയും അടിയും. ആ കുടുംബം എങ്ങനെ സഹിക്കുന്നു? അവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് തന്നാൽ പോലീസ് ഏമാമാരോട് അത്രയും നന്ദി, സ്നേഹം. അതായത് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു പരമനാറിയുടെ വീടിന്റെ അയൽവാസിയാണ് ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ കുറിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും ഇവനൊരു മനുഷ്യനല്ല, ഇവൻ മൃഗത്തെക്കാട്ടിലും കഷ്ടമാണ്. ഇവന്റെ മനസ്സ് മുഴുവൻ വർഗീയത മാത്രമാണ്. മലയാളത്തിന്റെ മെഗാതാരമായിട്ടുള്ള മമ്മൂക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. മനുഷ്യനായി പിറന്ന, മനുഷ്യകുലത്തിൽ പിറന്ന ഒരുത്തരം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ലാലേട്ടൻ ഫാൻസിനോടും അതോടൊപ്പം തന്നെ മോഹൻലാലിനോടും പറയാനുള്ള ഒരു കാര്യം, ഇതുപോലുള്ള നാശങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരാണ് നിങ്ങൾക്കും ശാപം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം, നടന്റെ അഭിനയം കൊള്ളത്തില്ല എന്ന് പറയാം. പക്ഷേ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാൾ പറയുന്നത്. ഇവരെ നിയമപരമായ രീതിയിലുള്ള ശിക്ഷ വാങ്ങി കൊടുക്കുന്നവരെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. തുടങ്ങുന്നത് അപ്പൊ 23 ബേസ് 24 വരുമ്പോൾ എന്തെങ്കിലും മാറ്റം നമ്മുടെ നാടിന് വരേണ്ടതായിട്ടുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരേണ്ടതുണ്ടല്ലോ. ഫണ്ട് ക്വാളിഫിക്കേഷന്റെ കാര്യം, ഇവിടെ ക്യാമറ ഒക്കെ അവർക്ക് എല്ലാവർക്കും പൈസ ഉണ്ട്. ഈ റോഡുകൾ നന്നാക്കാനോ അങ്ങനെ തന്നെ ഭരണത്തിനൊരു വ്യത്യാസം വരണം. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടി മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നത് എല്ലാവരും ഉയരങ്ങളിലേക്ക് ഓട്ടെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും ചോദിക്കില്ല. അല്ല, കേരളത്തിൽ നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മൾ നോക്കണ്ട. നമ്മ മറ്റേ നമ്മളെ ന്യായപരമായിട്ടുള്ളതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് എന്റെ പുറപ്പെട്ട. ഇവിടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? അതായത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും മരിക്കണം. അവർ നശിച്ച് നാരായണക്കല്ലാണ്. അവർ ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്തവരാണ്. ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവമാണ് ഈ പറയുന്ന പരമനാറി, ഈ പരമച്ചെറ്റ പറഞ്ഞിരിക്കുന്നത്. ഇവരിനി ഏത് ഫാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ലാലേട്ടന്റെ ഫാൻസ് ആണോ ഇല്ലയെന്നൊന്നും അല്ല. ലാലേട്ടനോട് ചിലപ്പം ആരാധന മുത്തണ്ടായിരിക്കാം ഒരു പക്ഷേ, ചിലപ്പം അവരങ്ങനെ പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന വാക്കുകൾ അതിബോധപൂർവ്വം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ എടുത്തെടുത്ത് ഈ വീഡിയോ പിടിക്കുന്ന അവർ ചോദിക്കുന്നത്. അവരെ നശിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലല്ല, മമ്മൂക്ക അഹങ്കാരിയാണ്. മമ്മൂക്കയുടെ അഹങ്കാരത്തെ നമ്മൾ പ്രോത്സാഹിക്കുന്നില്ല. ഇനി മമ്മൂക്ക ചെയ്ത ഒരു അഹങ്കാരം അതെന്താണെന്ന് കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിച്ചു തരാം. അത് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് കൂടെ വരാം.
മമ്മൂക്കയുടെ ഈ ഒരു കൈസാധ്യത കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയിലിരുന്ന് കിട്ടൂലെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. എൻ്റെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങളടുത്ത് ഞങ്ങൾ ആശുപത്രി പോകുന്നവരെ ഞങ്ങൾക്ക് മമ്മൂക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന ശേഷം ലാസ്റ്റാണ് ഞങ്ങളുടെ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ആരടുത്തും പറയരുത്, അത് പുള്ളിക്കാരന് ഇഷ്ടം പറഞ്ഞില്ലേ. അത് ആരടുത്തും പറയില്ല, അവർക്ക് പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമല്ല. പുള്ളി കൈ താങ്ങ് തരുന്നത് വേറെ ആൾ അറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. പുള്ളി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ആർക്കും അറിയത്തില്ല. എനിക്ക് പോലും അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. ഇങ്ങനെ ഒരു സഹായം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. കാരണം എൻ്റെ ഭർത്താവ് അതുപോലെ. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി MLA ആയിരുന്ന ജോസ് നെറ്റിലാണ് ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് 10 ലക്ഷം രൂപ ചെലവ് വഹിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ 2 വാർഡും മാറ്റിവെച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയ അത് പരിപൂർണ്ണ വിജയത്തിലെത്തിച്ചു അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു മഹാമനുഷ്യനാണ് മമ്മൂക്ക. ഈ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ആരാധകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രത്തോളം സ്നേഹമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഒരു സിനിമ കണ്ടിട്ട് മറ്റു നടന്മാർ നശിച്ചു പോകണം, അല്ലെങ്കിൽ മറ്റു നടന്മാരെ ഈ ഭൂമിയിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മനോവൈകല്യം നമുക്കില്ല എന്നുകൂടെ മനസ്സിലാക്കാം. കാരണം ഓരോ മമ്മൂട്ടി ഫാൻസുകാരും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഓരോ സിനിമകൾ വരുമ്പോൾ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ് ഓരോ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മമ്മൂക്കയുടെ ഇപ്പം കാഴ്ച എന്ന് പറയുന്ന ഒരു പദ്ധതി, അതോടൊപ്പം തന്നെ കേരള ഷെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരിക്കലും ഒരാളും പുറത്തറിയരുത് എന്ന് കണ്ട് ചെയ്യുന്ന ഈ ഒരു നല്ല മനുഷ്യനെ ഒരു സിനിമ നടൻ എന്ന നിലയിൽ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ കാണാൻ പോലും സാധിക്കാത്ത ഇതുപോലുള്ള നാറികൾ ഈ പറയുന്ന ലാലേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിനായിക്കോട്ടെ അപമാനമാണ്. ഇവൻ ഈ നാടിന് നാശമാണ്, ഇവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. കാരണം